പാർട്ട് 2 സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് റൺ ചെയ്തു. അതായിരുന്നു നമ്മളത് കമാൻഡ് പ്രോംപ്റ്റിലായിരുന്നു റൺ ചെയ്തത്. ഇനി നമുക്ക് VS കോഡിൽ തന്നെ റൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് ഇതിൽ തന്നെ കൺട്രോള് പിന്നെ എസ്കേപ്പിൻ്റെ താഴെ ഒരു കീ ഉണ്ട്, എൻ്റെ പേര് എനിക്കറിയത്തില്ല. അതിൽ ക്ലിക്ക് ചെയ്യുക. എസ്കേപ്പിൻ്റെയും ടാബിൻ്റെയും ഇടയ്ക്കുള്ളൊരു കീ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ന്യൂ ടെർമിനൽ വരും. അപ്പോൾ നമ്മൾ CD അങ്ങനത്തുള്ള കമാൻഡൊന്നും അടിക്കാതെ തന്നെ അതിൽ കയറാൻ നമുക്ക് പറ്റും. ഓൾറെഡി ആംഗുലർ 18 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ng സെർവ് മാത്രം അടിച്ചാൽ മതി. നമുക്കത് ng ബിൽഡ് അടിക്കാം. BUILD ng ബിൽഡ് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം ng സെർവ്, ഇത്രയും സംഭവങ്ങളാണുള്ളതിനകത്ത്. അതിന് ng സെർവ് അടിക്കുന്നു. എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ പോലെ തന്നെ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഓപ്പൺ ചെയ്യും. നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആ വെൽക്കം വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ളത് കമ്പോണൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇനി ഇതിൽ പഠിക്കുന്നത് നമ്മൾ. അതായത് നമ്മൾക്ക് വിവിധ തരത്തിലുള്ള കമ്പോണൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ആപ്പ് എന്ന ഫോൾഡറിലാണ് നമുക്ക് ഈ 4 ഫയൽസ് ഉള്ളത്. ഇപ്പം കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്താലും ഇത് ഈ ആപ്പ് എന്ന ഫോൾഡറിനുള്ളിൽ വരികയുള്ളൂ. ഓക്കെ, എന്നിരുന്നാലും നമ്മൾക്ക് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് ഇത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആപ്പ് എന്ന ഫോൾഡറിനുള്ളിൽ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനായിട്ട് ഇവിടെ ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ ഞാൻ കമ്പോണൻറ്റ് എന്ന് പേര് കൊടുക്കുകയാണ്. ആ ഫോൾഡറിന് കമ്പോണൻസ് എന്ന് പേര് കൊടുത്ത് അത് സേവ് ചെയ്തു. അതായത് ഇപ്പോൾ നമുക്ക് ആപ്പ് എന്ന ഫോൾഡറിനകത്ത് കമ്പോണൻറ്റ് എന്ന ഫോൾഡർ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കമ്പോണൻറ്റ് എന്ന ഫോൾഡറിനുള്ളിലാണ് നമ്മൾ ഓരോരോ കമ്പോണൻറ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ആപ്പിനകത്ത് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഫോൾഡർ. ഇനി ആ ഫോൾഡറിനെ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ കമ്പോണൻറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ കമാൻഡ് പ്രോംപ്റ്റിലാണെങ്കിൽ നമുക്ക് CD അടിച്ചിട്ട് ആപ്പ് CD കമ്പോണൻറ്റ് CD അടിച്ചിട്ട് എൻ്റർ ചെയ്യാം. അതിന് അല്ലാതെ വേറൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ ഇൻ്റഗ്രേറ്റഡ് ടെർമിനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ CD ഒന്നും കൊടുക്കാതെ തന്നെ ട്യൂട്ടോറിയൽ ആംഗുലർ റിലേറ്റീവ് SRC ആപ്പ് കമ്പോണൻറ്റ് ഇങ്ങനെ വന്നോളും. ഇനിയിപ്പോൾ നമ്മൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും നേരത്തെ മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, ng എന്ന 2 വാക്ക്. അപ്പോൾ ഇതിലും ng സ്പേസ് ജനറേറ്റ് കമ്പോണൻറ്റ്, ജനറേറ്റ് കമ്പോണൻറ്റ് അടിക്കുക. നെക്സ്റ്റ് ടൈം നമുക്ക് ngGC എന്ന് മതി. ngGC എന്ന് അടിച്ചാൽ ഇത് വർക്കാവും. എന്നാലും നമ്മൾ ആദ്യമായിട്ട് അടിക്കുന്നതുകൊണ്ട് ഞാൻ ജനറേറ്റ് കമ്പോണൻ്റ് എന്ന് കാണിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സ്പേസ് ഇടുന്നു. എന്നിട്ട് കമ്പോണൻറ്റിൻ്റെ പേരാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് എന്ത് പേരാണ് ഇപ്പോൾ കമ്പോണൻറ്റിന് കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾക്ക് റോൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ROLES റോൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനവിടെ ഇപ്പോൾ റോൾസ് എന്ന പേരാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. അന്നേരം നമുക്ക് കമ്പോണൻറ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ആപ്പിനകത്ത് കമ്പോണൻറ്റിനകത്ത് റോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ ആപ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ വരുന്ന ആപ്പ് കമ്പോണൻറ്റ് CSS, HTML, TS, spec TS അതുപോലെ തന്നെ ഇതിലും വരും. റോൾസ് കമ്പോണൻറ്റ് HTML, ഇങ്ങനെ ഇതുപോലെ തന്നെ 4 ഫയൽസ് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ആപ്പ് എന്നതിനകത്ത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി കമ്പോണൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് റോൾസിലുള്ള വരികയും ചെയ്യും നമുക്ക്. ഇനി നമ്മൾക്ക് ഇതിലൊരു HTML ഫയൽസ് ഉണ്ട്, റോൾസ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് റോൾസിൻ്റെ അവർ ഡിഫോൾട്ടായിട്ട് നമുക്ക് തരുന്ന ഒരു പേരാണിത്, റോൾസ് വർക്ക് എന്നുള്ളത്. അതവർ തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതാണ്. ഈ റോൾസിലെ സംഭവങ്ങളും ഇതിൽ TS, TypeScript ഇവിടെയും ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം റോൾസ് കമ്പോണൻ്റ് TypeScript പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ ക്ലാസ് എഴുതുന്നതും
ഇമ്പോർട്ട് ചെയ്യുന്നതും ഇതൊക്കെ വരുന്ന സമയങ്ങളിൽ ഇത് പറയുന്നതായിരിക്കും ഇതിനെ പറ്റിയൊക്കെ. ഇപ്പോൾ നമുക്ക് റോൾസ് കമ്പോണൻറ്റ് വർക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റീഫ്രഷ് ആകുന്നുണ്ട്, പക്ഷേ വെൽക്കം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി റോൾസ് കമ്പോണൻറ്റിനെ എങ്ങനെ നമ്മൾ അവിടെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് എവിടെ നമ്മുടെ എല്ലാം വരുന്ന ഈ സിംഗിൾ HTML, ഇതൊരു സിംഗിൾ പേജ് ആണല്ലോ. അപ്പോൾ ഈ സിംഗിൾ HTML ഉണ്ട്. ഇതിനകത്ത് ഇതിലാണ് നമുക്ക് കൂടുതൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൽ വരുന്നത് എവിടെ നിന്നാണെന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം വരുന്ന ആപ്സ് എന്ന ഫോൾഡർ ഉണ്ടല്ലോ, അതിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ആപ്സ് എന്ന ഫോൾഡറിൽ ആപ്പ് കമ്പോണൻറ്റ് .html എന്നൊരു മെയിൻ ഫയലുണ്ട്. അതിലാണ് നമ്മുടെ വെൽക്കം ഉള്ളത്, അതായത് ഈ കാണുന്ന വെൽക്കം. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെയാണ് നമ്മൾ അടുത്ത ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് അടുത്തൊരു കമ്പോണൻറ്റ് നമ്മൾ കോൾ ചെയ്യുകയാണ്. ഇതുപോലെ നമുക്ക് ഹെഡർ ഫൂട്ടർ ഇതുപോലെ തന്നെ കമ്പോണൻറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അത് വരുന്ന ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ആപ്പ് റോൾസ്. ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് സജഷൻസ് വരും, ഒരു ബ്രാക്കറ്റ് ഇടുമ്പോൾ തന്നെ വരും. അതിൽ ആപ്പ് റോൾസ് ഉണ്ട്, ആപ്പ് റൂട്ട് ഉണ്ട്. ആപ്പ് റൂട്ടാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് വെൽക്കം. ഓക്കെ, ഇത് നമ്മൾ ആപ്പ് റോൾസ്. ഇപ്പം ഞാൻ റോൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, ആ റോൾസാണിത്. ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ നേരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് റോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വെൽക്കമിൻ്റെ അകത്ത്, വെൽക്കം കഴിഞ്ഞിട്ട് ആപ്പ് റോൾസിൻ്റെ അകത്ത് ഇവിടെ ഈ പോർഷനിൽ നമ്മൾ വരുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. ഈ പോർഷനിൽ വരുന്നതാണ് ആപ്പ് കമ്പോണൻറ്റ് .html കൊടുക്കുന്നതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിരിക്കും വരുന്നത്. അതായത് ശ്രദ്ധിച്ച് കേൾക്കുക. ആപ്പ് കമ്പോണൻറ്റ് റോൾസ് കമ്പോണൻറ്റ് .html ശ്രദ്ധിച്ച് കേൾക്കുക. അതിനകത്തുള്ള ഇപ്പോൾ തൽക്കാലം റോൾസ് വർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള കണ്ടൻറ്റുകൾ ആണ് നമ്മൾക്ക് ആപ്പ് കമ്പോണൻറ്റ് .html ഇങ്ങനെ ആപ്പ് റോൾസ് എന്ന സംഭവം കോൾ ചെയ്യുമ്പോൾ, ഈ ഒരു റൂട്ട് കോൾ ചെയ്യുമ്പോൾ വരുന്നത്. ഇതെന്താണെന്ന് എന്നോട് പറഞ്ഞുതരാം. ഈ റോൾസ് എന്താണെന്ന് എന്നോട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തില്ലേ റോൾസ്, ആ റോൾസ് എന്ന കമ്പോണൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതെന്ത് കൊടുത്താലും അതിൻ്റെ ഫയലാണ് റോൾസ് കമ്പോണൻറ്റ് .html. ഓക്കെ, അത് ഞാനവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആപ്പ് കമ്പോണൻറ്റിൽ കൊടുക്കുന്നതെല്ലാം, അതായത് ഈ ആപ്പ് കമ്പോണൻറ്റ് .html കൊടുക്കുന്നതെല്ലാം ഡിസ്പ്ലേ ആവുന്നത് ഈ സിംഗിൾ HTML ഫയലായിരിക്കും. ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു തന്നില്ലെങ്കിലും, ഇത് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിലും ഇതിങ്ങനെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നാലും ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആപ്പ് കമ്പോണൻറ്റിനകത്ത് റോൾസ് വർക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം റോൾസ് വർക്കിന് പകരം റോൾസ് എന്ന് വെറുതെ ഇടാം. ഓക്കെ, ഇനിയിപ്പോൾ ഈ റോൾസാണ് വരേണ്ടത്. ഈ റോൾസ് എവിടെയാണ് വരേണ്ടത്, ആപ്പ് കമ്പോണൻറ്റ് .html ആപ്പ് റോൾസ് ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് വരും. നമുക്ക് നോക്കാം, റീഫ്രഷ് ചെയ്തിട്ട് റോൾസ് വന്നുണ്ടോ. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇനി ഈ റോൾസ് കമ്പോണൻറ്റിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്താലും അത് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ അടുത്തൊരു H3 ടാഗിനകത്ത് വെറുതെ ഒരു ഹലോ വേൾഡ്, ഹലോ റോൾസ് എന്നിടാം. വെറുതെ ഇടുന്നു, ഹലോ റോൾസ് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹലോ റോൾസ് കാണും. ഇനി ഈ ഹലോ റോൾസ് പോകണം എന്ത് ചെയ്യണം, ഇത് മാറ്റാനായിട്ട് നമ്മൾ ഇതിന് ആപ്പ് കമ്പോണൻറ്റിനകത്ത് HTML പോയിട്ട് ഈ ആപ്പ് റോൾസ് എന്നുള്ളത് കളയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഹലോ റോൾസ് പോകും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടക്കത്തിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും. നമുക്ക് ആപ്പ് കമ്പോണൻറ്റിനകത്ത് ഈ റോൾസിൻ്റെ റൂട്ട് കോൾ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ അടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ആപ്പ് റോൾസ് വന്നോളൂ. നമ്മളൊന്നും ചെയ്യേണ്ട. ആപ്പ് റൂട്ടുണ്ട്, ആപ്പ് റോൾസ് ഉണ്ട്. ആപ്പ് റോൾസ് ക്ലിക്ക് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയിക്കോളും. അത് വരുമ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇനിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതായിരിക്കും ഇനി പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ കമ്പോണൻറ്റിനകത്ത് റോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു കമ്പോണൻ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും നമ്മളിവിടെ നേരത്തെ നമ്മൾ NG ജനറേറ്റ് കമ്പോണൻ്റ് ആണെങ്കിൽ നമ്മൾ ഇത്തവണ അതിൻ്റെ ഫുൾ ഫോം മാത്രമേ NG ജനറേറ്റിന് G
കമ്പോണൻറ്റിന് സി, അതായത് NG-GC. പിന്നീട് നമ്മൾ ആ ഒരു കമ്പോണൻറ്റിൻ്റെ പേര് കൊടുക്കുകയാണ്, ഡെസിഗ്നേഷൻ എന്ന് കൊടുക്കാം. ഡെസിഗ്നേഷൻ എന്ന് കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു കമ്പോണൻ്റ് ക്രിയേറ്റ് ആകും, അതായത് ആപ്പ് കമ്പോണൻറ്റ് ഡെസിഗ്നേഷൻസ്. അതിനകത്തും ഇതേപോലെ തന്നെ 4 ഫയൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ അതൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇപ്പം ഡെസിഗ്നേഷൻ റോൾസ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിലായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ആപ്പിനകത്ത് തന്നെ ഇതെല്ലാം വന്ന് കിടക്കും, നിരത്തി പിടിച്ച് കിടക്കും. നമുക്ക് ചിലപ്പം ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതില്ല. അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഡാറ്റ ടൈപ്സ്. അതാണ് അതായത് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ഓരോ കമ്പോണൻറ്റിൽ. അപ്പോൾ അതിന് കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം റോൾസ് ഓപ്പൺ ചെയ്യുന്നു. റോൾസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റോൾസ് component.html ഉണ്ട്, അതുപോലെ തന്നെ റോൾസ് component.ts ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കറക്റ്റ് കാണാൻ പറ്റും. ഇതിൽ സ്റ്റാൻഡ് അലോൺ ട്രൂ, ഇതൊക്കെ നമുക്ക് ഡിഫോൾട്ടായിട്ട് കൊടുക്കേണ്ടതാണ്. ആപ്പ് റോൾ ഇമ്പോർട്ട്, ഇതിപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ URL കാര്യങ്ങളും കൊടുക്കുന്നത്, അതായത് component.html അത് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ style.css അതും ഈ ഒരു ഇതിനകത്ത് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളെപ്പോഴും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കില്ല, ഇതിൻ്റെ താഴെ ആവരുത്, ഇതിനുള്ളിലേ ആകാവുള്ളൂ. അതായത് റോൾസ് കമ്പോണൻറ്റ് എന്ന അതിനുള്ളിലായിരിക്കണം വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്. സ്ട്രിങ്, നമ്പർ, ബൂളിയൻ, പിന്നെ ഉള്ളത് ഡേറ്റ്, ഒബ്ജക്റ്റ്, അറേ, പിന്നുള്ളത് നള്ള്. ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതിനെ പറ്റിയാണ് ഇനി പറയാൻ പോണത്. എങ്ങനെയാണ് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇത്രയാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഞാനത് കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്ന് ചെയ്യാം. അത് ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നെയിം കോളൻ, അത് സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ സ്ട്രിങ് എന്ന് കൊടുക്കുക. സ്ട്രിങ് ഈക്വൽ ടു കോഡ്സിനകത്ത് ജോയ് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നെയിം കൊടുത്തു കഴിഞ്ഞു. അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ഏജ് എന്ന് കൊടുക്കാം. ഏജ് ഈക്വൽ ടു 80 കൊടുക്കുന്നു. ഓക്കെ, ഈ സംഭവം നമുക്ക് 2 രീതിയിൽ കൊടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഫസ്റ്റ് നെയിം കോളൻ സ്ട്രിങ് എന്ന് കൊടുത്തു, അതിനുശേഷം പേര് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഏജ് നമ്മൾക്ക് എങ്ങനെയും ഡിസ്പ്ലേ ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് വേറെ രീതിയിലും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഏജ് നമുക്കത് പേഴ്സൺ ഏജ് എന്ന് കൊടുക്കാം. അപ്പം ഞാനിവിടെ പേഴ്സൺ ഏജ് കോളൻ നമ്പർ ഈക്വൽ ടു 18 ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അടുത്തത് നമ്മൾക്ക് ഈസ് ആക്റ്റീവ് കോളൻ ബൂളിയൻ ഈക്വൽ ടു ഫോൾസ് കൊടുക്കാം. അടുത്ത് നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് കറണ്ട് ഡേറ്റ് കോളൻ ഡേറ്റ് എന്നുള്ളത് ജാസ്ക്രിപ്റ്റിലാണ്. ഇതിപ്പോൾ D ക്യാപിറ്റലാക്കുക. ഡേറ്റ് ഈക്വൽ ടു
ന്യൂ ഡേറ്റ് ഫംഗ്ഷൻ, അതും ഡി ക്യാപിറ്റൽ ഡേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ഇനി ഈ വാല്യൂസ് നമ്മൾക്ക് നമ്മുടെ ഫയൽസിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം. എങ്ങനെ ചെയ്യിക്കാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതിൽ ഞാനിപ്പോൾ റോൾ കമ്പോണൻറ്റ് ഡോട്ട് HTML പോകുന്നു. അതിനുശേഷം അവിടെ ഒരു പി ടാഗ് കൊടുക്കുന്നു. പി ടാഗിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ്, എന്താണോ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വരേണ്ടത് ആ വാല്യൂ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതിൻ്റെ ആ ടൈപ്പാണ് കൊടുക്കുന്നത്. അതിവിടെ ഉണ്ട്. നമുക്ക് ഇതിൽ ഫസ്റ്റ് നെയിം ഉണ്ട്. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഈ ഫസ്റ്റ് നെയിം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം എന്താണോ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിവിടെ വരും. അത് കാണാനായിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഫസ്റ്റ് നെയിം ജോയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും നമുക്ക് ഇതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു H2 ടാഗിൽ ഏത് ടാഗാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് വന്നാൽ മതി, കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് വന്നാൽ മതി. ഇതിൽ കറണ്ട് ഡേറ്റ് എടുക്കുകയാണ്. കറണ്ട് ഡേറ്റ് എടുക്കുന്നു, കോപ്പി ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കറണ്ട് ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ആ ഡേറ്റ് ഡിസ്പ്ലേ ആകും. ഇതുപോലെ നമുക്ക് വേരിയബിൾ കാര്യങ്ങൾ നമുക്കിവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലെ വാല്യൂ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് എക്സാമ്പിൾ മാത്രമാണ്. ഇനി പോകെ പോകെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. വേറൊരു എളുപ്പവഴി കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഇതേപോലെ ഈ ഒരു ടാഗ് വന്നിട്ട് അതിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ അത് ഓർത്തിരിക്കാതെ തന്നെ നമുക്ക് വേറൊരു വഴിയുണ്ട്. ഇവിടെ വന്നിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വേരിയബിളൊക്കെ കാണിച്ചിട്ടും ഏജ് ഉണ്ട്, കറണ്ട് നെയിം, ഫസ്റ്റ് നെയിം, ഈസ് ആക്റ്റീവ്. ഞാനിപ്പോൾ നമുക്കിപ്പം എന്താണ് പേഴ്സണേജ് കൊടുക്കാം. ഇങ്ങനെയും കൊടുത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 2 3 മൂന്നെണ്ണം നമ്മൾ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനായിട്ട് എങ്ങനെയാണ് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് എനിക്ക് കാണിച്ചു തരാൻ പോണത്. വീണ്ടും നമ്മൾ താഴെ വരിക. താഴെ ഇവിടെ വന്നിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് npm ഇൻസ്റ്റാൾ ബൂട്ട്സ്ട്രാപ്പ് എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ആകും. അത് വരുന്നത് നോഡ് മൊഡ്യൂൾസ് എന്ന ഫോൾഡറിലായിരിക്കും. ഞാനിപ്പോൾ അവിടെ എൻ്റർ അടിക്കുകയാണ്. ഒരു കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ആയെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആ ബൂട്ട്സ്ട്രാപ്പ് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഈ നോഡ് മൊഡ്യൂൾസിനകത്താണ്. അതിലിവിടെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ മതി. അതിൽ നമ്മുടെ നോഡ് മൊഡ്യൂൾസ് എടുത്ത് അതിൽ എൻ്റെ ബൂട്ട്സ്ട്രാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CSS, അതിൽ ബൂട്ട്സ്ട്രാപ്പ് min.css എടുക്കുക. ഈ ബൂട്ട്സ്ട്രാപ്പ് min.cssനെ നമുക്ക് ഒന്ന് ലിങ്ക് ചെയ്യണം. നമ്മുടെ ഈ പ്രൊജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്യണം. അത് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി കാണിക്കാൻ പോകുന്നത്. അത് ലിങ്ക് ചെയ്യുന്നത് എവിടെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അത് ലിങ്ക് ചെയ്യാനായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ലിങ്ക് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു പാത്താണ് നോക്കേണ്ടത് നമുക്ക്. അതായത് നോഡ് മൊഡ്യൂൾസിനകത്ത് ബൂട്ട്സ്ട്രാപ്പിനകത്ത് ഡിസ്റ്റ് CSS, അതിനകത്ത് ബൂട്ട്സ്ട്രാപ്പ് min.css, ഇതാണ് നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ പാത്ത് ഇതാണുള്ളത്. എൻ്റെ പാത്ത് ഇങ്ങനെ ഞാൻ എൻ്റെ മൗസ് വെക്കുമ്പോൾ കാണാൻ പറ്റും. നോഡ് മൊഡ്യൂൾസ്, ബൂട്ട്സ്ട്രാപ്പ്, ഡിസ്റ്റ്, ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി ബൂട്ട്സ്ട്രാപ്പിൻ്റെ ആ ഫയൽ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത്. അതിനായിട്ട് AngularJSON എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മൾക്ക് ആദ്യം ഒരു തെറ്റ് ചെയ്യാം, എന്നിട്ട് ശരി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു തെറ്റാ ചെയ്യാൻ പോണത്, അതിനുശേഷം ശരി ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തെറ്റ് ചെയ്യാതെ തന്നെ ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്, എങ്ങനെ ചെയ്താൽ വർക്ക് ചെയ്യില്ല, എങ്ങനെ ചെയ്താൽ വർക്ക് ആകും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ലിങ്ക്, ബൂട്ട്സ്ട്രാപ്പ് അവിടെയുള്ള ലിങ്ക് ഇതാണ്. ഈ ഒരു സംഭവമാണ്. ഈ ലിങ്ക് നമ്മളോട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ആ ലിങ്ക് ഞാൻ ഇവിടെ കോമ ഇട്ടിട്ട്, ഒരു കോമ ഇടണം കേട്ടോ, ഒരു കോമ ഇട്ടിട്ട് നെക്സ്റ്റ് എൻ്റർ അടിച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരില്ല. കാര്യം എന്താണെന്ന് അറിയോ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത് ഇവിടെ അല്ല ചെയ്യേണ്ടത്. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് ലോഡ് ആവില്ല. അതിന് പകരം കുറച്ച് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ അതാണ് തെറ്റ്. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു സ്റ്റൈലുണ്ട്. ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു കോമ ഇട്ടിട്ട് എൻ്റർ അടിച്ചിട്ട് ഇവിടെ കൊണ്ട് ആ ലിങ്ക് പേസ്റ്റ്, നേരത്തെ കാണിച്ച ആ ലിങ്ക് നോഡ് മൊഡ്യൂൾസ് ബൂട്ട്സ്ട്രാപ്പ് ഡിസ്റ്റ് CSS ബൂട്ട്സ്ട്രാപ്പ് വിൻഡോസ് CSS ഇത്രയും നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആപ്പ് കമ്പോണൻറ്റ് ഡോട്ട് HTML അതെടുക്കുക. അതിൽ ഓൾറെഡി ആപ്പ് റോൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആപ്പ് റോൾസ് അല്ലാതെ പിന്നെ നമുക്ക് വന്നിട്ടുള്ളതാണ് ഈ ഒരു റോൾസിൻ്റെ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് ഈ ആപ്പ് റോൾസിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്നതിൻ്റെ റൂട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോൾസ് കമ്പോണൻറ്റ് ഡോട്ട് HTML. ഓക്കെ, ഇപ്പോൾ ഇത് എല്ലാം താഴെ വന്നിരിക്കുന്നത്. ഈ 3 സംഭവങ്ങൾ നമുക്ക് താഴെ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് നമുക്ക് സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോട്ട് കണ്ടെയ്നർ, അതായത് നമ്മൾ ഡിവ് ക്ലാസ് എന്നൊന്നും എഴുതേണ്ട, നമ്മൾ ഡോട്ട് കണ്ടെയ്നർ എന്ന് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിവ് ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് വന്നോളും. ഓക്കെ, അതിനകത്ത് ഡോട്ട് റോ നമ്മൾ മറ്റേതിൽ കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഡിവ് ക്ലാസ് ഈക്വൽ ടു റോ എന്നല്ലേ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിവ് ക്ലാസ് റോ വന്നോളും. റോയ്ക്കകത്ത് ഡോട്ട് കോൾ 3 എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കോൾ 3 വന്നോളും. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു 3 എണ്ണം ചെയ്യുക. കോൾ 3 ഇത് കോപ്പി ചെയ്യുക. ഇത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സാണ്, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നിങ്ങളിപ്പോൾ HTML കഴിഞ്ഞിട്ടായിരിക്കും ഇത് വന്നിട്ടുള്ളത്. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ബൂട്ട്സ്ട്രാപ്പിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം ഫസ്റ്റ് നെയിമിനെ ഞാൻ നേരെ എടുക്കുന്നു, ഇവിടെ കൊണ്ടിടുന്നു. കറണ്ട് ഡേറ്റ് എടുക്കുന്നു, ഇവിടെ കൊണ്ടിടുന്നു. പിന്നുള്ളത് പേഴ്സണേജ്, അതിനെ നേരെ ഇവിടെ കൊണ്ടിടുന്നു. ഓക്കെ, അപ്പോൾ ഒരു കണ്ടെയ്നർ റോയുടെ അകത്ത് ആണ് നമ്മൾ ഈ പി ടാഗ് വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ബൂട്ട്സ്ട്രാപ്പ് വർക്കായെന്നറിയാനായിട്ട്. ബൂട്ട്സ്ട്രാപ്പ് വർക്കായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ചില സമയത്ത് നമ്മൾ മുകളിലിട്ട വർക്ക് ചെയ്യും, ചില സമയത്ത് താഴെയിട്ട വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ആ എറർ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ നേരെ ആംഗുലർ JSON-ലേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ ഇത് നേരെ അങ്ങ് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് താഴെ ഇടുന്നു. ഇതൊക്കെ എററിൽ കൂടെ നമ്മൾ പോവുകയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. ഇപ്പം ഞാൻ ശരിയായിട്ടുള്ളത് മാത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നീട് ചിലർക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ എറർ വരും. അപ്പോൾ പിന്നെ അവർ ഇത് നോക്കി മനസ്സിലാക്കില്ല. ഇവിടെ ഇട്ട് നോക്കാം. വീണ്ടും നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. എന്നിട്ടും വന്നില്ല. പിന്നെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല. ശരിക്കും ഇത് ഇവിടെ ഇട്ടാൽ വർക്ക് ആവത്തില്ല. ഇത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾക്ക് ഒന്ന് റീബിൽഡ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോഴും വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് റീബിൽഡ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ടാബ് ഒന്ന് കളയുക. അതായത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ വരിക. താഴെ ഇവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം നമ്മളൊരു Ctrl+C അടിച്ചിട്ട് ഈ ടാബ് ഒന്ന് കില്ല് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ കിൽ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. നമുക്ക് ആ ഒരു സംഭവം പോയി കാണുമായിരിക്കും. ഓക്കെ, പോയി. അതിനുശേഷം നമ്മൾക്ക് ഇത് റീബിൽഡ് ചെയ്യാം. അതിനായിട്ട് ng സ്പേസ് BUILD ബിൽഡ് കൊടുക്കുക. ബിൽഡ് ആകുമ്പം കുറച്ച് എറർ വരുമായിരിക്കും. 2 വാണിംഗ് വന്നിട്ടുണ്ട്. ഈ വാണിംഗ് ഞാൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രം ഫ്ലോട്ടിംഗ് ലേബൽ എന്ന്, അതായത് ഈ ഒരു സിമ്പിൾ വേണ്ട എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സംഭവം ഫ്ലോട്ടിംഗ് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം വേണ്ട, അല്ലാതെ തന്നെ സ്പേസ് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ള വാണിംഗാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനു മുമ്പ് ബൂട്ട്സ്ട്രാപ്പ് വന്നോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ng sir എന്നടിച്ചിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് Ctrl+ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. ബൂട്ട്സ്ട്രാപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, 3 റോയും വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾക്കതൊരു 4 കൊടുക്കാം. നമ്മൾ 3 ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അതൊരു 4, 4, 8, 12. അപ്പം 4 കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോൾ 4 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട്
നേരെ വന്നോളൂ. ഓക്കെ ഓക്കെ, ഇത്രയും 4 അടുത്ത 4 3 വന്നിട്ടുണ്ട്. അത് ഇൻസ്പെക്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ ക്ലാസ് മനസ്സിലാവും. കണ്ടോ, 1 2 3 ഇതിങ്ങനെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എങ്ങനെ ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുകൂടി പഠിച്ചു കഴിഞ്ഞു. ഡാറ്റ ടൈപ്സിനെ പറ്റി പഠിച്ചു, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു, ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇത്രയും ഡാറ്റ ടൈപ്സാണ് ഉള്ളത്. അതിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കൂടെ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത പാർട്ട് 3-ലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത്, സ്ട്രിംഗ് ഉണ്ട്, നമ്പർ ഉണ്ട്, ബൂളിയൻ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, അറേ, നൾ, അൺഡിഫൈൻഡ്, ഇത്രയും ഡാറ്റ ടൈപ്സ് ആണുള്ളത്. അതിൽ നമ്മൾ 4 ടൈപ്പ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡേറ്റിൻ്റെതും ഇസ് ആക്റ്റീവ്, ബൂളിയൻ അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പഠിപ്പിച്ചത് ഇവിടെയാണ്. അതിന് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒന്നുമില്ല, വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആ വേരിയബിൾ നെയിം മാത്രം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ നെയിമിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതിവിടെ പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ അതിനകത്ത് കുറേ ഇതൊക്കെ കിടക്കുന്നു, ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടെന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇത് പ്രിൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ആയിരിക്കും, ഇതെന്നായിരിക്കും വരുന്നത്. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്. അന്നേരം നമുക്ക് ഓരോ വേരിയബിളിൻ്റെ പേരൂടെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത പാർട്ടിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഒന്നുകൂടി മനസ്സിലാക്കി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. അടുത്ത നമുക്ക് പാർട്ട് 3-ൽ കാണാം.